ഹായ് ഫ്രണ്ട്സ്, ക്വിക്ക് റിവിഷൻ സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിലെ സെറാമിക്സ് എന്ന ടോപ്പിക്കാണ്. ലെസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ലെങ്കിലും മാക്സിമം ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉള്ളൊരു പോർഷനാണ് സെറാമിക്സ് എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാതിരിക്കത്തില്ല. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, സെറാമിക്സ് മീൻസ്. അതായത് സെറാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടേഴ്സ് ആർട്ട് എന്നാണ്. പോട്ടേഴ്സ് ആർട്ടാണ് സെറാമിക്സിൻ്റെ അർത്ഥം. അടുത്തത്, സെറാമിക്സ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് കെറാമോസ്. കെറാമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സെറാമിക്സ് എന്ന് പറയുന്ന ആ ഒരു ടേം കിട്ടിയത്. കെറാമോസ് മീൻസ് പോട്ടേഴ്സ് എർത്ത്. പോട്ടേഴ്സ് എർത്ത് എന്നാണ് കെറാമോസിൻ്റെ അർത്ഥം. ക്ലേ മിനറൽസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസ് റോക്കിൽ നിന്നാണ് ക്ലേ മിനറൽസ് നമുക്ക് കിട്ടുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈല്. ഓർഡിനറി ടൈൽ ആൻഡ് എൻഗോസ്റ്റിക് ടൈൽ. മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓർഡിനറി ടൈലിൽ നിന്നും എൻഗോസ്റ്റിക് ടൈലിൽ നിന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ടൈൽസ് യൂസ്ഡ് ഫോർ ഡെക്കറേറ്റീവ് പർപ്പസ് എന്ന് പറയുന്നത് എൻഗോസ്റ്റിക് ടൈൽസ് ആണ്. ഡെക്കറേറ്റീവ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് എൻഗോസ്റ്റിക് ടൈൽസ് ആണ്. മേജർ ഓപ്പറേഷൻസ് ഇൻവോൾവ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ടൈൽസ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ക്ലേ സെലക്ട് ചെയ്യും. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, ആ സെലക്ട് ചെയ്ത ക്ലേ നേരെ അതിൽ നിന്ന് ചെടികളോ പുല്ലുകളോ എന്തെങ്കിലും അത് വേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതാണ് അതിന് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. മോൾഡിങ്, ഡ്രൈയിങ് ആൻഡ് ഷേപ്പിംഗ്, ബേണിംഗ് ആൻഡ് കൂളിംഗ്, ഇത്രയുമാണ് മേജർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, കിലിൻ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് ടൈൽസ്. ടൈൽസിനുള്ള കിലിൻ എന്ന് പറയുന്നത് സിയാൽകോട്ട് കിലിനാണ്. സിയാൽകോട്ടാണ് യൂസ് ചെയ്യുന്നത് ടൈൽ മാനുഫാക്ചറിങ്ങിന്. അടുത്തത്, ടൈപ്പ് ഓഫ് ക്ലേ സെലക്റ്റഡ് ഫോർ ടൈൽ മാനുഫാക്ചറിങ്. ടൈൽ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്ന ക്ലേ ടൈപ്പ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി വെറ്റ് ആയിരിക്കണം. പ്രൈമറി ക്രഷിംഗ് ഓഫ് ക്ലേ ടു സ്മോൾ ലംസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ജോ ക്രഷർ ഓർ ഗൈറേറ്ററി ക്രഷർ. ജോ ക്രഷർ അല്ലെങ്കിൽ ഗൈറേറ്ററി ക്രഷറാണ് പ്രൈമറി ക്രഷിംഗ് ഓഫ് ക്ലേ എന്ന് പറയുന്ന അതിന് ഉപയോഗിക്കുന്നത്. സെക്കൻഡറി ക്രഷിംഗ് ഓഫ് സ്മോൾ ലംസ് ഓഫ് ക്ലേ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ മുള്ളർ മില്ല്. മുള്ളർ മില്ലാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലേസ് ഈസ് അപ്ലൈഡ് ഓൺ ദ ടൈൽ സർഫസ് ഡ്യൂറിങ് ഫയറിംഗ് പ്രോസസ്. ഫയറിംഗ് പ്രോസസ്സിലാണ് നമുക്ക് ഈ ടൈല് ഗ്ലേസിങ് ആവുന്നത്. ഫോർ ഫൈൻ ഗ്രൈൻഡിങ്, വാട്ടർ ഈസ് ആഡഡ് ടു ദ ബോൾ മിൽ വെയർ ക്ലേ പാർട്ടിക്കിൾസ് ആർ ഒബ്റ്റൈൻഡ് ആസ് വെറ്റ് മിക്സർ ഈസ് കോൾഡ് വെറ്റ് മില്ലിങ്. വെറ്റ് മില്ലിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്സസ് വാട്ടർ ആഫ്റ്റർ വെറ്റ് മില്ലിങ് ഈസ് റിമൂവ്ഡ് ബൈ സ്പ്രേ ഡ്രൈയിങ് ആണ്. വെറ്റ് മില്ലിങ്ങിന് ശേഷമുള്ള ആ എക്സസ് വാട്ടർ റിമൂവ് ചെയ്യുന്നത് സ്പ്രേ ഡ്രൈയിങ് വഴിയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ മോക്ക് ടെസ്റ്റ് സീരീസ്, ഓവർസിയർ സെക്കൻഡ് ഗ്രേഡിൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ ഒപ്പം തന്നെ നമ്മൾ ഈ റിവിഷൻ സീരീസ്, അതായത് നമ്മൾ ഈ ക്വിക്ക് റിവിഷൻ സീരീസിൻ്റെ PDF ഫോർമാറ്റ് നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതുവരെയും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് എത്രത്തോളം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാലേ PSC ഡയറക്റ്റ് എക്സാം എഴുതി കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. കൂടുതലും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. സോ എല്ലാവരും ഇതൊന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ആഫ്റ്റർ ഡ്രൈ മില്ലിംഗ് സ്ലറി ഈസ് റിമൂവ്ഡ് ബൈ ഫിൽറ്റർ പ്രസ്സിങ്. ഫിൽറ്റർ പ്രസ്സിങ് വഴിയാണ് ഡ്രൈ മില്ലിങ്ങിന് ശേഷമുള്ള സ്ലറി റിമൂവ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് ഡ്രൈയിങ് ഈസ് യൂസ്ഡ് ഫോർ തിൻ ടൈൽസ്. തിൻ ടൈൽസിനാണ് ഇൻഫ്രാറെഡ് ഡ്രൈയിങ് യൂസ് ചെയ്യുന്നത്. അൺഗ്ലേസ്ഡ് സെറാമിക് ടൈൽ ഈസ് ഓൾസോ നോൺ ആസ് ക്വാറി ടൈൽ. മോസ്റ്റ് വെർസറ്റൈൽ ടൈൽ ഈസ് സ്ലേറ്റ്. സ്ലേറ്റ് ആണ് മോസ്റ്റ് വെർസറ്റൈൽ ടൈൽ. നെക്സ്റ്റ് പോയിന്റ്, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സ്കേർട്ടിംഗ് എറൗണ്ട് ബാത്ത് ടബ്സ് ആൻഡ് മൊസൈക്സ്. ഒനിക്സ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതായത് ഒനിക്സ് ആണ് സ്കേർട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത്. അതായത് ബാത്ത് ടബിനും മൊസൈക്കിനൊക്കെ സൈഡിൽ ആ യൂസ് ചെയ്യുന്ന സ്കേർട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത് ഒനിക്സ് ആണ്. ടൈൽസ് സ്യൂട്ടബിൾ ഫോർ വാട്ടർ ലോക്ഡ് ഏരിയ എന്ന് പറയുന്നത് ഡ്രെയിൻ ടൈലാണ്. വാട്ടർ കെട്ടിക്കിടക്കുന്നിടത്ത് ഡ്രെയിൻ ടൈൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈൽ സ്യൂട്ടബിൾ ഫോർ എയർ കണ്ടീഷൻഡ് റൂം, ജിംനേഷ്യംസ് ആൻഡ് ഡാൻസിങ് ഹോൾ. ഡാൻസിങ് ഹോളിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈൽ.
വുഡൻ ടൈലാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡാൻസിങ് ഹോളിൽ യൂസ് ചെയ്യുന്ന ടൈൽ ഏതാണെന്ന് ചോദിക്കാം. വുഡൻ ടൈലാണ്. ബോഡി ഓഫ് എൻഗോസ്റ്റിക് ക്ലേ ഈസ് മെയ്ഡ് ഓഫ് കോസർ ക്ലേ. കോസർ ക്ലേ ഉപയോഗിച്ചിട്ടാണ് എൻഗോസ്റ്റിക് ക്ലേയുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. ഫേസ് ഓഫ് എൻഗോസ്റ്റിക് ക്ലേ ഈസ് മെയ്ഡ് ഓഫ് ഫൈനർ ക്ലേ. ഓക്കെ, അടുത്തത് ബാക്ക് ഓഫ് എൻഗോസ്റ്റിക് ക്ലേ ഈസ് ഓഫ് തിൻ കോട്ട് ടു പ്രിവെൻറ്റ് വാർപ്പിംഗ്. വാർപ്പിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എൻഗോസ്റ്റിക് ക്ലേയുടെ ബാക്ക് തിൻ കോട്ട് ക്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്ക് ഓഫ് എൻഗോസ്റ്റിക് ക്ലേ ഈസ് ഓഫ് തിൻ കോട്ടാണ്. എൻഗോസ്റ്റിക് ടൈൽ ഈസ് മെയ്ഡ് ഓഫ് 3 ലെയർ. 3 ലെയർ ഉപയോഗിച്ചിട്ടാണ് എൻഗോസ്റ്റിക് ടൈല് പ്രിപ്പയർ ചെയ്യുന്നത്. മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ അലൗഡ് ഫോർ ക്ലാസ് എ ടൈൽ എന്ന് പറയുന്നത്. ക്ലാസ് ഓഫ് ടൈൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്സാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം വാട്ടർ അബ്സോർപ്ഷന് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈൽസിൻ്റെ നോക്കാം. 19% ആണ്. അതായത് മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ അലൗഡ് ഫോർ ക്ലാസ് എ ടൈൽ എന്ന് പറയുന്നത് 19% ആണ്. മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ അലൗഡ് ഫോർ ക്ലാസ് എ ടൈൽ എന്ന് പറയുന്നത് 24% ആണ്. ക്ലാസ് എയ്ക്ക് ആണെങ്കിൽ 24%, ക്ലാസ് എ ആണെങ്കിൽ 19% ആണ്. മാക്സിമം ആവറേജ് ബ്രേക്കിംഗ് ലോഡ് അലൗഡ് ഫോർ ക്ലാസ് എ ടൈൽ. ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുന്നത് 1 kN ആണ് ക്ലാസ് എക്ക്. അത് മാക്സിമം ആവറേജ് ബ്രേക്കിംഗ് ലോഡ് അലൗഡ് ഫോർ ക്ലാസ് എ ടൈൽ ആണെങ്കിൽ 0.8 kN ആയിരിക്കും. ഇത് ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക, പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ്, ട്രാൻസ്വേഴ്സ് സ്ട്രെങ്ത് ഓഫ് ടൈൽ ഈസ് ഫൗണ്ട് ഔട്ട് യൂസിങ് ലെഡ് ബോൾസ്. ലെഡ് ബോൾസ് യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്വേഴ്സ് സ്ട്രെങ്ത് ഫൗണ്ട് ചെയ്യുന്നത്. അടുത്തത്, നമ്പർ ഓഫ് മാംഗ്ലൂർ ടൈൽസ് റിക്വയർഡ് ടു കവർ 1 സ്ക്വയർ മീറ്റർ ഓഫ് റൂഫ്. 1 സ്ക്വയർ മീറ്റർ റൂഫ് കവർ ചെയ്യാൻ എത്ര മാംഗ്ലൂർ ടൈൽ ആവശ്യമുണ്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. 15 നമ്പർ ഓഫ് മാംഗ്ലൂർ ടൈലാണ് 1 സ്ക്വയർ മീറ്റർ കവർ ചെയ്യാൻ വേണ്ടി വരുന്നത്. IS കോഡ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് സെറാമിക് ടൈൽസ്. സെറാമിക് ടൈൽസിൻ്റെ IS കോഡ് എന്ന് പറയുന്നത് IS 13712. 13712 ആണ് IS കോഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സെറാമിക് ടൈൽസ്. അടുത്തത്, ക്ലേ ഈസ് ബേൺഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് കൂൾഡ് ഡൗൺ സ്ലോലി ഫോർ എർത്തൻവെയർ പ്രോഡക്റ്റ്. എർത്തൻവെയർ പ്രോഡക്ട്സിനാണ് ക്ലേ ചെറിയ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുകയും കൂൾ ചെയ്യുകയും ചെയ്യുന്നത്. ഓർഡിനറി ഡ്രെയിൻ പൈപ്സ്, ഇലക്ട്രിക്കൽ കേബിൾസ്, കോൺഡ്യൂട്ട്സ്, പാർട്ടീഷൻ ബ്ലോക്സ് ഈസ് മെയ്ഡ് ഓഫ് എർത്തൻവെയർ. ഇതിനെല്ലാം എർത്തൻവെയർ യൂസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എർത്തൻവെയർ ക്യാൻ ബി പോറസ് ഇൻ നേച്ചർ. എർത്തൻവെയർ പോറസ് ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റോൺ വെയർ വെൻ കമ്പയർഡ് ടു എർത്തൻവെയർ ഈസ് മോർ കോമ്പാക്റ്റ് ആൻഡ് ഡെൻസർ ആയിരിക്കും. സ്റ്റോൺ വെയർ ആണ് എർത്തൻവെയറിനെ കാട്ടിയും കോമ്പാക്റ്റും ഡെൻസർ. ക്ലേ ഈസ് ബേൺഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് കൂൾ ഡൗൺ സ്ലോലി ഫോർ സ്റ്റോൺ വെയർ പ്രോഡക്റ്റ്. സ്റ്റോൺ വെയർ പ്രോഡക്റ്റിന് ക്ലേ ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുകയും കൂൾ ചെയ്യുന്നത് സ്ലോ ആയിട്ടുമായിരിക്കും. സാനിറ്ററി ആർട്ടിക്കിൾസ്, വാഷ് ബേസിൻ, സ്വീവർ പൈപ്സ്, വാട്ടർ ക്ലോസറ്റ്, ഗള്ളി ട്രാപ്സ് എല്ലാം മെയ്ഡ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ വെയർ യൂസ് ചെയ്തിട്ടാണ്. അടുത്തത്, പോസലൈൻ ഈസ് എ ടൈപ്പ് ഓഫ് എർത്തൻ വെയർ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പോസലൈൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എർത്തൻ വെയർ ആണ്, സ്റ്റോൺ വെയർ അല്ല, എർത്തൻ വെയർ ആണ്. പോസലൈൻ ഈസ് ഓൾസോ നോൺ ആസ് വൈറ്റ് വെയർ. വെള്ള കളറിലാണ് പോസലൈൻ ഇരിക്കുന്നത്, അത് കാരണം അതിനെ നമ്മൾ വൈറ്റ് വെയർ എന്നും പറയുന്നുണ്ട്. യൂസ് ഓഫ് പോസലൈൻ എന്ന് പറയുന്നത് സാനിറ്ററി വെയർ, ഇലക്ട്രിക് ഇൻസുലേറ്റർ, സ്റ്റോറേജ് വെസൽസ്, റിയാക്ടർ ചേമ്പേഴ്സ്, ക്രൂസിബിൾസ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോസലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് പോസലൈൻ ഉണ്ട്, ലോ വോൾട്ടേജ് പോസലൈൻ ആൻഡ് ഹൈ വോൾട്ടേജ് പോസലൈൻ. ആൻഡ് ലോ വോൾട്ടേജ് പോസലൈൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഡ്രൈ പ്രോസസ് ആണ്. ഡ്രൈ പ്രോസസ്സ് വെച്ചിട്ടാണ് ലോ വോൾട്ടേജ് പോസലൈൻ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഹൈ വോൾട്ടേജ് പോസലൈൻ പ്രിപ്പയർ ചെയ്യുന്നത് വെറ്റ് പ്രോസസ്സ് വെച്ചിട്ടാണ്. യൂസ് ഓഫ് ലോ വോൾട്ടേജ് പോസലൈൻ എന്ന് പറയുന്നത് സ്വിച്ച് ബ്ലോക്ക്, ഇൻസുലേറ്റിംഗ് ട്യൂബ്സ്, ലാമ്പ് സോക്കറ്റ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ലോ വോൾട്ടേജ് പോസലൈൻ ആണ്. ഹൈ വോൾട്ടേജ് പോസലൈൻ ഈസ് യൂസ്ഡ് ആസ് എ ഗുഡ് ഇൻസുലേറ്റർ. ഹൈ വോൾട്ടേജ് പോസലൈൻ നമ്മൾ നല്ലൊരു ഇൻസുലേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടെറാക്കോട്ട. ടെറാക്കോട്ട ഈസ് എ ടൈപ്പ് ഓഫ് എർത്തൻ വെയർ. ടെറാക്കോട്ട എന്ന് പറയുന്നത് ഒരു എർത്തൻ വെയർ ആണ്. മോൾഡ് ഓഫ് ടെറാക്കോട്ട ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഓർ സിങ്ക് ടെംപ്ലേറ്റ്സ്. സിങ്ക് ടെംപ്ലേറ്റ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസോ കൊണ്ടാണ് നമ്മൾ ടെറാക്കോട്ടയുടെ മോൾഡ് പ്രിപ്പയർ ചെയ്യുന്നത്.
ബേണിംഗ് ഓഫ് ടെറാക്കോട്ട ഈസ് ഡൺ ഇൻ മഫിൾഡ് ഫർണസ്. മഫിൾഡ് ഫർണസിലാണ് ടെറാക്കോട്ട ബേൺ ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് ടെറാക്കോട്ട ആർ ദെയർ, പോറസ് ആൻഡ് പോളിഷ്ഡ് ടെറാക്കോട്ട. പോറസ് ടെറാക്കോട്ടയുണ്ട്, പോളിഷ്ഡ് ടെറാക്കോട്ടയുണ്ട്. പോറസ് ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പോറസ് ടെറാക്കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പരുക്കൻ സർഫസ് ആയിരിക്കും. പോളിഷ്ഡ് ആണെങ്കിൽ നല്ല ഗ്ലേസ്ഡ് സർഫസ് ആയിരിക്കും. അടുത്തത് ടെറാക്കോട്ട ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് സോഡസ്റ്റ് ബിഫോർ മോൾഡിങ്. മോൾഡിങ്ങിന് മുമ്പേ ആ മോൾഡിങ്ങിൽ സോഡസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തരത്തിലുള്ള ടെറാക്കോട്ടയാണ് പോറസ് ടെറാക്കോട്ട. പോറസ് ടെറാക്കോട്ട ഈസ് എ സൗണ്ട് പ്രൂഫ് ആൻഡ് ഫയർ പ്രൂഫ് മെറ്റീരിയൽ. ഈ പോറസ് ടെറാക്കോട്ട എന്ന് പറയുന്നത് സൗണ്ട് പ്രൂഫും ആയിരിക്കും, ഫയർ പ്രൂഫും ആയിരിക്കും. പോളിഷ്ഡ് ടെറാക്കോട്ട ഈസ് ഓൾസോ നോൺ ആസ് ഫൈൻ ടെറാക്കോട്ട ഓർ ഫയാൻസ്. ഫൈൻ ടെറാക്കോട്ട അല്ലെങ്കിൽ ഫയാൻസ് എന്നാണ് ഈ പോളിഷ്ഡ് ടെറാക്കോട്ടയ്ക്കുള്ള മറ്റൊരു പേര്. നെക്സ്റ്റ് വൺ ബിസ്ക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇത് റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അറിഞ്ഞിരിക്കണം. ഇനിഷ്യൽ ഹീറ്റിംഗ് ഓഫ് പോളിഷ്ഡ് ടെറാക്കോട്ട ഈസ് നോൺ ആസ് ബിസ്ക്കറ്റിംഗ്. പോളിഷ്ഡ് ടെറാക്കോട്ടയുടെ ഇനിഷ്യൽ ഹീറ്റിങ്ങിനെയാണ് ബിസ്ക്കറ്റിംഗ് എന്ന് പറയുന്നത്. ബിസ്ക്കറ്റിംഗ് ഈസ് ഡൺ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 650 ഡിഗ്രി സെൽഷ്യസ്. 650 ഡിഗ്രി സെൽഷ്യസിലാണ് ബിസ്ക്കറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് ടെറാക്കോട്ട ഈസ് മെയ്ഡ് നോൺ പോറസ് ബൈ ഇമേഴ്സിങ് ഇൻ എ ഗ്ലേസിംഗ് കോമ്പൗണ്ട്. ടെറാക്കോട്ട നമ്മൾ ഗ്ലേസിംഗ് കോമ്പൗണ്ടിൽ ഇമേഴ്സ് ചെയ്തിട്ടാണത് നോൺ പോറസ് ആക്കുന്നത്. യൂസ് ഓഫ് ഫെയിൻസ്. ഫെയിൻസിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഓർണമെൻ്റൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ്. അതാണ് യൂസ് ഓഫ് ഫെയിൻസ്. നെക്സ്റ്റ് പോയിന്റ് ആണ് റിഫ്രാക്ടറീസ്. സെറാമിക് മെറ്റീരിയൽസ് ഡിസൈൻ ടു വിസ്റ്റാൻഡ് വെരി ഹൈ ടെമ്പറേച്ചർ എൻകൗണ്ടേർഡ് ഇൻ എ മോഡേൺ മാനുഫാക്ചറിങ്. അതാണ് റിഫ്രാക്ടറീസ് എന്ന് പറയുന്നത്. റിഫ്രാക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്റ്റാൻഡ് ചെയ്യാം, ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് റിഫ്രാക്ടറീസ് എന്ന് പറയുന്നത്. റിഫ്രാക്ടറീസ് ആർ യൂസ്ഡ് ടു ലൈൻ ദ ഹോട്ട് സർഫസ് ഫൗണ്ട് ഇൻസൈഡ് മെനി ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്. നമ്മൾ പല പല ഫർണസിൻ്റെ ഉൾവശം, അതായത് അവിടെ കൂടുതലും ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം നിർമ്മിച്ചിരിക്കുന്നത്. അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ റിഫ്രാക്ടറീസ് കൊണ്ടാണ്. അടുത്തത് റിഫ്രാക്ടറി ബ്രിക്സ് ആർ ബേൺഡ് ഇൻ ഹോഫ്മാൻസ് കിലിൻ. ഹോഫ്മാൻസ് കിലിൻ യൂസ് ചെയ്തിട്ടാണ് ഈ റിഫ്രാക്ടറി ബ്രിക്സ് ബേൺ ചെയ്യുന്നത്. അടുത്തത് റോ മെറ്റീരിയൽസ് സച്ച് ആസ് ഫ്ലിൻറ്റ് ക്ലേ ആൻഡ് ഫയർ ക്ലേ ഈസ് നോൺ ആസ് നോൺ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. ഫ്ലിൻറ്റ് ക്ലേയും ഫയർ ക്ലേയും നോൺ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ്. റോ മെറ്റീരിയൽസ് സച്ച് ആസ് സോഫ്റ്റ് ഫയർ ക്ലേ ഈസ് നോൺ ആസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. അടുത്തത് കളർ ഓഫ് റിഫ്രാക്ടറി ഓർ ഫയർ ബ്രിക്സ് എന്ന് പറയുന്നത് വൈറ്റിഷ് യെല്ലോ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ ആയിരിക്കും. കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് റിഫ്രാക്ടറി ബ്രിക്സ് റേഞ്ച് ഫ്രം. റിഫ്രാക്ടറി ബ്രിക്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് 3.5 to 4.8 മെഗാപാസ്കലാണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് റേഞ്ച് ചെയ്തേക്കുന്നത്. വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് റിഫ്രാക്ടറി ബ്രിക്സ് റേഞ്ച് ഫ്രം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റിഫ്രാക്ടറി ബ്രിക്സിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 4 to 10% ആയിരിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ മോക്ക് ടെസ്റ്റ് സീരീസ് ഓവർസിയർ സെക്കൻഡ് ഗ്രേഡിൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ ഒപ്പം തന്നെ നമ്മൾ ഈ റിവിഷൻ സീരീസ്, അതായത് നമ്മൾ ഈ ക്വിക്ക് റിവിഷൻ സീരീസിൻ്റെ PDF ഫോർമാറ്റ് നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതുവരെയും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് എത്രത്തോളം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാലേ PSC ഡയറക്റ്റ് എക്സാം എഴുതി കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. കൂടുതലും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. സോ എല്ലാവരും ഇതൊന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. അടുത്ത വരുന്നത് ടൈപ്പ് ഓഫ് ഫയർ ബ്രിക്സ് ആണ്. ആസിഡ് റിഫ്രാക്ടറീസിൽ ഓർഡിനറി ഫയർ ബ്രിക്സ് ഉണ്ട്, സിലിക്ക ബ്രിക്സ് ഉണ്ട്. ബേസിക് റിഫ്രാക്ടറീസിൽ മാഗ്നസൈറ്റ് ബ്രിക്സും ഡോളമൈറ്റ് ബ്രിക്സും ബോക്സൈറ്റ് ബ്രിക്സും ഉണ്ട്. ന്യൂട്രൽ റിഫ്രാക്ടറീസിൽ ക്രോമൈറ്റ് ബ്രിക്സ് ഉണ്ട്, കാർബറാൻഡം ഉണ്ട്, ക്രോം മാഗ്നസൈറ്റ് ബ്രിക്സ് ഉണ്ട്, സ്പൈനൽ ബ്രിക്സ് ഉണ്ട്. ഇത്രയുമാണ് ടൈപ്പ് ഓഫ് ഫയർ ബ്രിക്സിൽ വരുന്നത്. അടുത്ത് നമുക്ക് ഓർഡിനറി ഫയർ ബ്രിക്സ് എന്താണെന്ന് നോക്കാം. മെയ്ഡ് ഓഫ് നാച്ചുറൽ ഫയർ ക്ലേ വിത്ത് എ മിക്സ്ചർ ഓഫ് ക്രഷ്ഡ് ക്ലേ ആൻഡ് സാൻഡ്.
നാച്ചുറൽ ഫയർ ക്ലേ ക്രഷ്ഡ് ക്ലേയും സാൻഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഓർഡിനറി ഫയർ ബ്രിക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. കണ്ടെയ്ൻ 50-75% സിലിക്ക, 50-75% സിലിക്കയും 20-40% അലുമിനിയം. ഫ്ലെക്സിംഗ് മാറ്റർ എന്ന് പറയുന്നത് 10%-ലും കുറവായിരിക്കും, ബിലോ 10% ആണ് ഫ്ലെക്സിംഗ് മാറ്റർ. യൂസ്ഡ് ആസ് ഗുഡ് ക്വാളിറ്റി ആസിഡ് റിഫ്രാക്ടറി ലൈനിങ് ടു ഫർണസ്. ഫർണസിന് നല്ല ക്വാളിറ്റി ആസിഡ് റിഫ്രാക്ടറി ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓർഡിനറി ഫയർ ബ്രിക്സ് ആയിരിക്കും. റെസിസ്റ്റ് അപ് ടു 1600 ഡിഗ്രി സെൽഷ്യസ്, 1600 ഡിഗ്രി സെൽഷ്യസ് വരെ വിത്ത് ഹാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഓർഡിനറി ഫയർ ബ്രിക്സിനുണ്ട്. അടുത്ത നമുക്ക് സിലിക്ക ബ്രിക്സ് നോക്കാം. കണ്ടെയ്ൻ 95% സിലിക്ക, 95%ഉം സിലിക്ക ആയിരിക്കും. മാനുഫാക്ചേർഡ് ഫ്രം സാൻഡ്സ്റ്റോൺ ഓർ ക്വാർട്സൈറ്റ് വിത്ത് ആൻ അഡീഷൻ ഓഫ് 2-3% ഓഫ് ലൈം ടു ആക്ട് ആസ് എ ബൈൻഡിങ് മെറ്റീരിയൽ ആൻഡ് ഫ്ലെക്സ്. സാൻഡ്സ്റ്റോണിൽ നിന്നും അല്ലെങ്കിൽ ക്വാർട്സൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ സിലിക്ക ബ്രിക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. കൂടാതെ 2-3% വരെ ലൈം കണ്ടെയ്ൻ ചെയ്യും. ആ ലൈമിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബൈൻഡിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും. റെസിസ്റ്റ് അപ് ടു 2000 ഡിഗ്രി സെൽഷ്യസ്, സിലിക്ക ബ്രിക്സിന് 2000 ഡിഗ്രി സെൽഷ്യസ് വരെ റെസിസ്റ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അടുത്ത നമുക്ക് മാഗ്നസൈറ്റ് ബ്രിക്ക് നോക്കാം. മാനുഫാക്ചേർഡ് ഫ്രം ക്ലേ കണ്ടെയ്നിങ് 85% ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ്, 85%ഉം മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. 3-5% ഓഫ് അയൺ ഓക്സൈഡ്, അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത് 3-5% ആണ്. ആൻഡ് ദ ബാലൻസ് ലൈം ആൻഡ് അലുമിന, ബാക്കിയുള്ളത് ലൈമും അലുമിനയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ആസ് ദ ബേസിക് ലൈനിങ് ഓഫ് ഫർണസ്, ഫർണസിൻ്റെ ബേസിക് ലൈനിങ് ആയിട്ടാണ് മാഗ്നസൈറ്റ് ബ്രിക്ക് യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റ് അപ് ടു 1800 ഡിഗ്രി സെൽഷ്യസ് ടു 2100 ഡിഗ്രി സെൽഷ്യസ്, 2100 ഡിഗ്രി സെൽഷ്യസ് വരെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അടുത്ത നമുക്ക് ഡോളമൈറ്റ് ബ്രിക്ക് എന്താണെന്ന് നോക്കാം. മാനുഫാക്ചേർഡ് ഫ്രം ഫയർ ക്ലേ കണ്ടെയ്നിങ് എ ഹൈ പെർസെൻറ്റേജ് ഓഫ് ഡോളമൈറ്റ്, ഫയർ ക്ലേ കണ്ടെയ്നിങ് ഹൈ പെർസെൻറ്റേജ് ഓഫ് ഡോളമൈറ്റ് ഉള്ള ഫയർ ക്ലേയിൽ നിന്നാണ് ഡോളമൈറ്റ് ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുന്നത്. ചീപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ മഗ്നീഷ്യ ബ്രിക്സ് ഇൻ ഫർണസ് ലൈനിങ്, ഫർണസ് ലൈനിങ്ങിന് തന്നെയാണ് ഈ ഡോളമൈറ്റ് ബ്രിക്കും യൂസ് ചെയ്യുന്നത്. സെർപ്പൻറ്റൈൻ ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദെയർ സ്ട്രെങ്ത്, സെർപ്പൻറ്റൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഇതിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത് റെസിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1400 ഡിഗ്രി സെൽഷ്യസ് ടു 1600 ഡിഗ്രി സെൽഷ്യസ്, അതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. അടുത്തത് ബോക്സൈറ്റ് ബ്രിക്കാണ്. മാനുഫാക്ചേർഡ് ഫ്രം ഫയർ ക്ലേ കണ്ടെയ്നിങ് 86% ഓഫ് ബോക്സൈറ്റ്, ഫയർ ക്ലേയിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് 86% ബോക്സൈറ്റ് കണ്ടെയ്ൻ ചെയ്യണം. കൂടാതെ 1600 ഡിഗ്രി സെൽഷ്യസ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ബ്രിക്സ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ ആസിഡ് ആൻഡ് ബേസിക് ലൈനിങ് ഓഫ് എ ഫർണസ് സോ ദാറ്റ് ദേ കനോട്ട് റിയാക്ട് വിത്ത് ഈച്ച് അതർ എന്ന് പറയുന്നത് ന്യൂട്രൽ ബ്രിക്സ് ആണ്, ന്യൂട്രൽ റിഫ്രാക്ടറീസ് ആണ്. അതായത് ആസിഡും അസിഡിക്കും ബേസിക് ലൈനിങ്ങും, ഫർണസിന് അസിഡിക് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്യും, ബേസിക് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്യും. കൂടാതെ അത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യത്തില്ല, റിയാക്ട് ചെയ്യാത്ത തരം ബ്രിക്കാണ്, റിഫ്രാക്ടറീസ് ആണ് ന്യൂട്രൽ റിഫ്രാക്ടറി എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം കാർബറാൻഡം. കാർബറാൻഡം എന്ന് പറയുന്നത് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നാച്ചുറൽ റിഫ്രാക്ടറി ആണ്. കാർബറാൻഡം എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നാച്ചുറൽ റിഫ്രാക്ടറി ബ്രിക്കാണ് കാർബറാൻഡം. മെയ്ഡ് ഫ്രം ഫയർ ക്ലേ കണ്ടെയ്നിങ് എ ഹൈ പെർസെൻറ്റേജ് ഓഫ് സിലിക്കൺ കാർബൈഡ്, ഫയർ ക്ലേ കണ്ടെയ്നിങ് ഹൈ പെർസെൻറ്റേജ് ഓഫ് സിലിക്കൺ കാർബൈഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാർബറാൻഡം പ്രിപ്പയർ ചെയ്തത്. കൂടാതെ യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ഫർണസിലും യൂസ് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റ് ടെമ്പറേച്ചർ അപ് ടു 1900 ഡിഗ്രി സെൽഷ്യസ്, ഇത് റെസിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1900 ഡിഗ്രി സെൽഷ്യസ് ആണ്. ലാസ്റ്റ് പോയിന്റ് നോക്കാം, ക്രോം മാഗ്നസൈറ്റ് ബ്രിക്ക്. ദേ ആർ മെയ്ഡ് ഫ്രം എ മിക്സർ ഓഫ് ക്രോം ആൻഡ് മാഗ്നസൈറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് മിക്സർ ഓഫ് ക്രോം ആൻഡ് മാഗ്നസൈറ്റിൻ്റെ മിക്സർ യൂസ് ചെയ്തിട്ടാണ് ക്രോം മാഗ്നസൈറ്റ് ബ്രിക്ക് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ക്രോമൈറ്റ് ബ്രിക്ക് അടുത്ത ഒരെണ്ണമാണ്. ക്രോമൈറ്റ് ബ്രിക്ക് മെയ്ഡ് ഫ്രം എ ഫയർ ക്ലേ കണ്ടെയ്നിങ് 50% ഓഫ് ക്രോം അയൺ ഓർ, ഫയർ ക്ലേ കണ്ടെയ്നിങ് 50% ക്രോം അയൺ ഓറുള്ള ഫയർ ക്ലേയും 30% അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ ഫെറസ് ഓക്സൈഡ്, കൂടാതെ 20% ബോക്സൈറ്റ് വിത്ത് ലിറ്റിൽ സിലിക്ക, ഇത്രയും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഫയർ ക്ലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ
ക്രോമൈറ്റ് ബ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് 2000 ഡിഗ്രി സെൽഷ്യസ് റെസിസ്റ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് ഈ ക്രോമൈറ്റ് ബ്രിക്കിന്. സോ നമുക്ക് ഇന്നത്തോടുകൂടെ ഈ സെറാമിക്സ് എന്ന് പറയുന്ന പോർഷൻ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ പോയിന്റ്സ് എല്ലാം മാക്സിമം പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ബിൽഡിംഗ് മെറ്റീരിയൽസിലെ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. സോ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.